എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 28-ാം ദശകം ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും ആ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ലക്ഷ്മി ദേവി അവതരിച്ചുവെന്നും ഇന്ദ്രാദികൾ ഉചിതമായ രീതിയിൽ ദേവിയെ ആദരിച്ചുവെന്നുമാണ്. ഓരോ വസ്തുക്കളായിട്ട് പാലാഴിയിൽ നിന്ന് ആദ്യമായിട്ട് കാളകൂട വിഷം പൊങ്ങി വന്നു. അതിനുശേഷം 2-ാമത്തെ ശ്ലോകമായപ്പോഴേക്കും ഐരാവതം, ഉച്ചൈശ്രവസ്, കാമധേനു, കൽപ്പവൃക്ഷം, അപ്സരസുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അത് പാലാഴിയിൽ നിന്ന് ഉയർന്നു വരികയും അവയെല്ലാം യഥാവിധി യഥോചിതം ദേവന്മാർക്കും പങ്കുവെച്ചു കൊടുക്കുകയുണ്ടായി. കൗസ്തുഭരത്നവും പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് ഭഗവാൻ ശ്രീഹരി തൻ്റെ സ്വന്തം നെഞ്ചിലിടുന്നു. അത് കണ്ടപ്പോൾ ഭഗവാൻ ഒരാഗ്രഹം ഉണ്ടായി, ഇത് തനിക്ക് വേണമെന്ന്. അങ്ങനെ ഭഗവാൻ സ്വീകരിക്കുകയാണ്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്നത് 3-ാമത്തെ ശ്ലോകമായപ്പോഴേക്കും ജഗദീശ ഭവത്പരാദാനീം കമനീയ കമല ബഭൂവ ദേവി. ലക്ഷ്മി ദേവി, സാക്ഷാൽ ലക്ഷ്മി ദേവി, സർവഗുണസമ്പന്നയായ സർവ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്ന് പൊങ്ങി വരുന്നു. ആ ദേവി അങ്ങനെ ആ ഭഗവാനിൽ മനസ്സർപ്പിച്ച അനുരക്തയായ ദേവിയാണ്. ആ ദേവിയുടെ സൗന്ദര്യവും അതുപോലെ സകല ഗുണങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും ദേവിയെ ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അമലാം അവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. എല്ലാവരും ദേവിയെ ആഗ്രഹിച്ചു. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ത്വയി ദത്ത ഹൃദേ തദൈവ ദേവി ത്രിദിശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ത്രിദേശേന്ദ്രഃ തദാ ഏവ ത്വയി ദത്തഹൃദേ ദേവ്യൈ മണിപീഠികാം വ്യതാരീത് ഋഷയഃ സകലോപഹൃതാഭിഷേചനീയൈഃ ശ്രുതിഗീർഭിഃ താം അഭ്യഷിഞ്ചൻ. ഇവിടെ ത്രിദശേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവേന്ദ്രൻ എന്നാണ്. ത്രിദശാഹ ദേവന്മാർ, ത്രിദശേന്ദ്രൻ ദേവന്മാരുടെ ഇന്ദ്രൻ ദേവേന്ദ്രൻ. അപ്പോൾ തന്നെ ത്വയ് ദത്തഹൃദേ ദേവി, ആ നിന്തിരുവടിയിൽ ആ ഭഗവാനിൽ മനസ്സർപ്പിച്ച ഹൃദയം സമർപ്പിച്ചിരിക്കുന്ന ആ ദേവിയെ മണിപീഠികാം വ്യതാരി, ദേവിക്കൊരു പീഠം കൊടുത്തു. എങ്ങനെയുള്ള പീഠമാണ്? രത്നം, മണി, മുത്ത് എല്ലാം പതിച്ച രത്നസിംഹാസനമാണ് കൊടുത്തത്. ഋഷയഃ, ഋഷിമാരാണോ? സകലോപഹൃതാഭിഷേചനീയൈഃ, എല്ലാ അഭിഷേക സാമഗ്രികളും കൊണ്ടുവന്ന് ദേവിയെ അഭിഷേകം ചെയ്തു. അഭ്യഷിഞ്ചൻ. ശ്രുതിഗീർഭിഃ, ശ്രുതി വേദങ്ങളാലും മന്ത്രങ്ങളാലും അർച്ചിച്ച് ദേവിയെ അഭിഷേകം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമുദ്രഃ പീതകൗശേയ വാസസി സമുപാഹരത് വരുണഃ സ്രജം വൈജയന്തീം മധുന മത്ത് ഷഡ്പദാം എന്ന് ഭാഗവതത്തിൽ നിന്നൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഭൂഷണാനി വിചിത്രാണി വിശ്വകർമ്മ പ്രജാപതി ഹാരം സരസ്വതി പത്മമജോ നാഗാശ്ച കുണ്ഡലേ. ഈ ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ, അഷ്ടമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 15ഉം 16ഉം ശ്ലോകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തൊക്കെ കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 15ഉം 16ഉം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സമുദ്രം, മഞ്ഞ നിറത്തിലുള്ള 2 പട്ടുവസ്ത്രങ്ങൾ സമുദ്രം കൊടുത്തു. പുഷ്പരസം നൂർന്ന് മതിക്കുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വൈജയന്തിമാല, അതായത് ഫ്രഷാണ്, അതുകൊണ്ടാണ് ആ വൈജയന്തിമാല വരുണനും സമർപ്പിച്ചു. വിശ്വകർമാവ് നാനാവിധ ആഭരണങ്ങളും, സരസ്വതീദേവി ഒരു മുത്തുമാലയും, ബ്രഹ്മാവ് ദിവ്യമായ ഒരു താമരപ്പൂവും, നാഗങ്ങൾ 2 കർണാഭരണങ്ങളും ദേവിക്ക് സമർപ്പിച്ചു എന്നാണ് ഭാഗവതത്തിൽ ഈ 8-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദേവി മാഹാത്മ്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു,
ആ ദേവീ മഹാത്മ്യത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആ നിദ്രയിൽ നിന്ന് ഉണർന്ന ഭഗവാൻ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ മധുകൈടഭന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവിയെ സൃഷ്ടിച്ചു എന്നും ദേവിക്ക് ഓരോരുത്തരും ഓരോ സാധനങ്ങളും ഇങ്ങനെ ഓരോ വസ്തുക്കൾ ആ എല്ലാ ദേവന്മാരുടെയും തേജസ് കൊണ്ടാണ് ദേവിയെ സൃഷ്ടിക്കുന്നതെന്നാണ് അന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ആ ദേവിക്ക് അമ്ലാന പങ്കജാം മാലാം ശിരസ്യുരസിജാവരാം അതദജ്ജലധിസ്തസ്യൈ പങ്കജാശ്ചാതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ജ ദദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപഃ ശേഷശ്ച സർവനാഗേശോ മഹാമണിവിഭൂഷിതം നാഗഹാരം ദദൗ തസ്യൈ ധത്തേയ പൃഥ്വീമിമാം. ഇത് നമ്മൾ ഓരോ ദേവന്മാരും സമുദ്രവും ഒക്കെ വരുണനും എല്ലാം കൊടുത്തതാണ് നമ്മൾ പഠിച്ചത് ഇത് ദേവീ മാഹാത്മ്യത്തിൽ. ഇനി അന്യൈരപി സുരൈർദേവി ഭൂഷണൈരായുധൈസ്തഥ, അന്യദേവന്മാരെ ദേവിക്ക് ഭൂഷണങ്ങളും ആയുധങ്ങളും എല്ലാം കൊടുത്തു എന്നും നമ്മൾ ഇങ്ങനെ ദേവീ മാഹാത്മ്യത്തിലും പഠിച്ചിരുന്നു അല്ലേ. അങ്ങനെ ആ ഭൂഷണങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും ഒക്കെ സമ്മാനിക്കപ്പെട്ടവളായിട്ടുള്ള ദേവിയാണ് അന്ന് നമ്മൾ കണ്ടത് ദേവീ മഹാത്മ്യത്തിൽ. ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ലല്ലോ. നാഗങ്ങൾ 2 കർണാഭരണങ്ങൾ കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം അല്ലേ. അപ്പോൾ ഇവിടെ ദേവീ മഹാത്മ്യത്തിൽ പറഞ്ഞത് നാഗഹാരം ദദൗ തസ്യൈ ധത്തേയ പൃഥിവീമിമാം എന്നാണ് ദേവീ മഹാത്മ്യത്തിൽ പറഞ്ഞ്. അതായത് ഉത്തമ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാഗഹാരമാണ് ദേവിക്ക് കൊടുത്തത്. അന്ന് പറഞ്ഞിരുന്നു നാഗങ്ങൾ സർപ്പങ്ങളിൽ നിന്നും അന്യങ്ങളായ ഒരു വക ദേവയോനികളാണെന്നും അനന്തോ നാഗരാജസ്യാത് സർപ്പരാജസ്തു വാസുകി എന്നും ഞാനന്ന് പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദേവീ മാഹാത്മ്യം വായിച്ചവർക്ക് അല്ലെങ്കിൽ കേട്ടവർക്ക് കണ്ടവർക്ക് ആ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടാവും ഇപ്പം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് ഈ ശ്ലോകത്തിലും ആ അഭിഷേകം ചെയ്തു ദേവിക്ക്. ഓരോ വസ്തുക്കൾ ഓരോരുത്തരും കൊടുത്തിട്ട് ആ വസ്തുക്കൾ കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്തു. ത്വയിദത്ത ഹൃദേ തദൈവ ദേവി ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യദാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. അഭിഷേകജലാനുപാതിമുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലിം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്വഭൂഷൻ. അഭിഷേകജലാനുപാതിമുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലിം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്വഭൂഷൻ. അമരാദേഹ അഭിഷേകജലാനുപാതിമുഗ്ധ ത്വദപാംഗൈഃ അവഭൂഷിതാംഗവല്ലിം താം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈഃ അന്വഭൂഷൻ. ദേവന്മാർ മുതലായവർ അഭിഷേക ജലത്തിനു മുമ്പേ ചെന്ന് വീഴുന്ന ആ മനോഹരങ്ങളായ നിന്തിരുവടിയുടെ കടാക്ഷങ്ങളാൽ എന്നാണ്. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വദപാംഗൈരവഭൂഷിതാംഗവല്ലിം. അവഭൂഷിതാംഗവല്ലിം. ഇപ്പോൾ ദേവന്മാർ മുതലായവർ ഋഷിമാരും ദേവന്മാരും എല്ലാം ദേവിയെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ വസ്തുക്കളാൽ, പുഷ്പങ്ങളാലും അതുപോലെ വിവിധ നദികളിൽ നിന്ന് നദീദേവതമാർ കൊണ്ടുവന്ന കലശജലത്താലും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ഈ അഭിഷേക വസ്തുക്കൾ ദേവിയുടെ ദേഹത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ എന്ത് ദേവിയുടെ ദേഹത്ത് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ആ അവഭൂഷിതാംഗവല്ലിം താം, ആ അലങ്കൃതമായ ശരീരത്തോടു കൂടിയ ആ ദേവിയെ, അതായത് മാലകളാലും മറ്റ് ആടയാഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട ആ ദേവിയുടെ ശരീരത്തിൽ ഈ അഭിഷേക വസ്തുക്കൾ വീഴുന്നതിന് മുമ്പ് മണികുണ്ഡല പീതജയലഹാര പ്രമുഖൈരന്വഭൂഷൻ അമരാധയോന്വഭൂഷൻ. ആ ദേവൻ ഭഗവാന്റെ കടാക്ഷങ്ങളാകുന്ന മാല, കടാക്ഷങ്ങളാകുന്ന മാല വന്നു വീണു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കടാക്ഷം പതിഞ്ഞു എന്നാണ്. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ആഭൂഷണം ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് എന്നാണ് ഈ സ്തോത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അമരാദേഹ,
എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അഭിഷേക ജലാനുപാതി മുഗ്ധത്വദപാംഗൈഹി, ആ അപാംഗം, ത്വത് അപാംഗൈഹി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കടാക്ഷങ്ങളാൽ അലങ്കൃതമായ ശരീരത്തോടുകൂടി ദേവിയുടെ ദേഹത്ത്, ദേവിയിൽ അവിടുത്തെ ആ കടാക്ഷങ്ങൾ, ആ തൃക്കണ്ണുകൾ പതിക്കുകയാണ്. അവിടുന്ന് ദേവിയെ നോക്കിയെന്നർത്ഥമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ മറ്റുള്ളവരുടെ അഭിഷേകം മറ്റുള്ളവരാൽ ചെയ്യുന്ന അഭിഷേകം നടക്കുന്നതിന് മുമ്പ് ഭഗവാൻ ദേവിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ലക്ഷ്മി ദേവിയെ. മണികുണ്ടല പീതജലഹാര പ്രമുഖൈസ്താം അമരാധയോന്വഭൂഷൻ. അപ്പോൾ ആ ആഭൂഷണം അലങ്കരിച്ചു ഭഗവാൻ. തൻ്റെ കടാക്ഷം കൊണ്ട് ആ ദേവിയുടെ ശരീരത്തെ അലങ്കരിച്ചു. രത്നകുണ്ടലം, മഞ്ഞപ്പട്ട്, മുത്തുമാല ഇവ കൊണ്ടൊക്കെ വീണ്ടും ദേവിയെ മറ്റുള്ളവർ അലങ്കരിച്ചു. ആ ഭാഗവതത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ശ്രീ ഭഗവതിയുടെ, ഐശ്വര്യലക്ഷ്മിയായ ശ്രീ ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭൂഷണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ കടാക്ഷം തന്നെ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വിലോകയന്തി നിരവധ്യമാത്മന പദം ധ്രുവം ജാവ്യഭിചാരി തദ്ഗുണം ഗന്ധർവേക്ഷാസുരസിദ്ധചാരണത്രൈവിഷ്ടപേയാദിഷു നാന്വവിന്ദത. ഈ ഭഗവാനെ എങ്ങനെയായിരിക്കണമെന്ന് ഇനി ദേവി വിചാരിക്കുന്നതെന്നാണ് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ശ്രീ പരമേശ്വരൻ, അതായത് തൻ്റെ ഭഗവാൻ ശാശ്വതങ്ങളായ എല്ലാവിധ സൽഗുണങ്ങളോടും കൂടിയവനായിരിക്കണം, ദോഷങ്ങളൊന്നുമില്ലാത്തവനായിരിക്കണം, നിത്യനായിരിക്കണം. അതുപോലെ തന്നെ ഈ മറ്റുള്ള ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എല്ലാവരും ഉണ്ട്, ചാരണന്മാർ, അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ഉപവിഷ്ടരാണ്. പക്ഷേ അവരെയൊന്നും ദേവി സ്വീകരിക്കുന്നില്ല. ദേവി ചില ഗുണങ്ങളൊക്കെ തൻ്റെ ഭഗവാന്, തൻ്റെ പ്രിയതമന് കരുതി വെച്ചിട്ടുണ്ട്. അതാണ് മുനിമാരെ സ്വീകരിക്കാമെന്ന് വെച്ചാൽ അവർ വിഷയാസക്തി ഉള്ളവരാണ്, അവരെല്ലാത്തിൽ നിന്നും മുക്തരല്ല. ചിലർക്ക് മഹത്വമുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ അവർ പരാജയമാണ്. ഇന്ദ്രനെ പോലെയുള്ളവരാകട്ടെ ഇന്ദ്രൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇനി ധർമ്മനിഷ്ഠയുള്ളവരെ നോക്കിയാലോ, അവർക്ക് ഭൂതതയേയില്ല. ചിലർക്ക് ത്യാഗബുദ്ധിയുണ്ട്, പക്ഷേ അത് മുക്തിക്ക് കാരണമാകുന്നില്ല. പരാക്രമശാലികളാണ് ചിലർ, പക്ഷേ അവർ കാലശക്തി കൊണ്ട് നശിക്കുന്നവരാണ്. ഇനി ചിലരുടെ കാര്യം പറഞ്ഞാലോ, അവർക്ക് യാതൊരു ഗുണവുമില്ല. ചിലർക്ക് ദീർഘായുസ്സുണ്ടെങ്കിലും ശീലഗുണങ്ങളില്ല. ശീലഗുണങ്ങളുള്ളവർക്കോ ആയുസ് കുറവായിട്ട് കാണുന്നു. ഇങ്ങനെ ഓരോരോ കുറ്റങ്ങൾ ഓരോരുത്തർക്കും കാണുകയാണ് ദേവി. പക്ഷേ സർവഗുണസമ്പന്നനായ ഒരാളേ ഉള്ളൂ. അദ്ദേഹം ആത്മാരാമനായതുകൊണ്ട് എന്നെ കാംക്ഷിക്കുന്നില്ലല്ലോ എന്ന് ദേവി ഇവിടെ വിചാരിക്കുകയാണ്. ഇവിടെ സ്വയംവരമാണ് നടക്കുന്നത്. ദേവി ആ മാലയും പിടിച്ച് തനിക്ക് അനുരൂപനായ വരനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വയംവരത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ആ ഭഗവതി എല്ലാവരുടെ കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കില്ലേ? നമ്മളും ആഗ്രഹിക്കത്തില്ലേ? അങ്ങനെ ദേവി തനിക്കുള്ള തൻ്റെ സൽഗുണങ്ങളൊന്നും തന്നെ വിട്ടു പോകരുത്. അതുപോലെ തന്നെ തൻ്റെ പ്രിയതമൻ സമ്പന്നനായിരിക്കണം, ആത്മാരാമനായിരിക്കണം, തന്നെ ആശ്രയിക്കുന്നവരെ ഒന്നും നിരസിക്കാത്തവനായിരിക്കണം, ഒന്നിലും ആസക്തിയില്ലാത്തവനായിരിക്കണം, എന്നാൽ തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനുമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ തൻ്റെ പ്രിയതമനായിട്ട് വരിക്കൂ എന്ന് ദേവി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കയ്യിലുള്ള വൈജയന്തിമാല, വണ്ടുകളിങ്ങനെ പറന്ന് നടക്കുകയാണ് അതിന് ചുറ്റും. ആ വണ്ടുകളുടെ മൂളലോടുകൂടിയാണ് ഈ മാലയും കൊണ്ട് ഇങ്ങനെ ദേവി ഇങ്ങനെ പോകുന്നത്. ആ വരണമാല്യം നേരെ കൊണ്ടുചെന്ന് ആരുടെ കഴുത്തിലിടണം, എങ്ങനെയുള്ള ആളായിരിക്കണമെന്നൊക്കെ അറിയാം, പക്ഷേ ആരുടെ കഴുത്തിലാണ് ഇടേണ്ടത് എന്നിങ്ങനെ വിചാരിച്ച് ദേവി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആ അഭിഷേക വസ്തുക്കൾ ദേവിയുടെ ശരീരത്തിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ കടാക്ഷമാകുന്ന ആ മാല, കടാക്ഷങ്ങളാകുന്ന മാല ദേവിയുടെ ശരീരത്തിൽ പതിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അഭിഷേക ജലാനുപാതി മുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലിം
മണികുണ്ടല പീതജേലഹാര പ്രമുഖൈസ്താമരാദയോന്വഭൂഷൻ. നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. വരണസ്രജമാത്തഭൃംഗനാദാം ദദതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനോപുരാത്വാം കലിതവ്രീളവിലാസമാസസാദ. ആത്തഭൃംഗനാദാം വരണസ്രജം ദദതി കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുര സാ കലിതവ്രീളവിലാസം ത്വാം ആസസാദ. ഈ ശ്ലോകത്തിൽ ഭഗവാനെ സമീപിക്കുന്നതാണ്. ഭഗവാൻ തന്നെ ആ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുന്നു, തന്നെ കടാക്ഷിക്കുന്നു, തന്നെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായ ദേവി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ദേവനിൽ മനസ്സർപ്പിച്ചാണ് ദേവി പാലാഴിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവതരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരണസ്രജമാത്തഭൃംഗനാദം, ഭൃംഗം വണ്ടാണ്, ആ വണ്ടുകളുടെ മൂളുന്ന ആ ശബ്ദത്തോടു കൂടിയ വരണമാല എടുത്തവൾ. വരണസ്രജം ദദതി, ആ വരണമാല കയ്യിൽ ധരിച്ചവളും. കുജകുംഭമന്ദയാന, കുംഭം, കുജം എന്ന് പറഞ്ഞാൽ സ്ഥനങ്ങളാണ്, മുലകൾ. കുംഭം എന്ന് പറഞ്ഞാൽ കുടം, കുടങ്ങൾ പോലെയുള്ള 2 മുലകളെയാണ് പറഞ്ഞിരിക്കുന്നത്. മന്ദയാന എന്ന് പറഞ്ഞാൽ ആ കുജങ്ങളുടെ ഭാരം കൊണ്ട്, സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് പതുക്കെയാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. മന്ദമായിട്ട് നടക്കുന്നവൾ. പദശിഞ്ചിത മഞ്ജു നൂപുര ത്വാം, നടക്കുമ്പോൾ പിന്നെ പദം വയ്ക്കുമ്പോൾ ശിഞ്ചിത മഞ്ജു നൂപുര എന്ന് പറഞ്ഞാൽ ആ കാൽത്തളകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കിലുങ്ങുന്ന ശബ്ദം. പതുക്കെയാണ് നടക്കുന്നത്. ആ പാദപതന ശബ്ദത്തോടൊപ്പം ഇങ്ങനെ കൊലുസിൻ്റെ കിലുങ്ങുന്ന ശബ്ദം. അങ്ങനെ ആ കാൽത്തളകളോടുകൂടിയ മനോഹരങ്ങളായ ആ കാൽപാദങ്ങളോടുകൂടിയ ആ ലക്ഷ്മി ദേവി താം സാ പദചിഞ്ചിത മഞ്ജുനൂപുരാത്വാം കലിതവ്രീളവിലാസം. കലിതവ്രീളവിലാസം എന്ന് പറഞ്ഞാലോ ലജ്ജ കൊണ്ട്, ചില ചേഷ്ടകളൊക്കെ കാണിച്ച്, ലജ്ജ കാരണം ദേവിയുടെ ആ മുഖത്തുണ്ടാകുന്ന ഭാവഭാവാദികൾ ത്വാം ആസസാദ. അങ്ങനെ ലജ്ജയോടുകൂടി ആ ലക്ഷ്മി ദേവി ത്വാം, അവിടുത്തെ സമീപിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വരണസ്രജമാത്തഭൃംഗനാഥാം ദദതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൽ ഇത്രയും മതി. 7ാമത്തെ ശ്ലോകവും 8ാമത്തെ ശ്ലോകവും 9ാമത്തെ ശ്ലോകവും 10ാമത്തെ ശ്ലോകവും ഒരുമിച്ച് പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ശേഷം ഭാഗങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓം നമോ നാരായണായ. ഭഗവാനായ ഗുരുവായൂരപ്പ.